ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികൾ ഒരു ജനതയാണ്. ആർത്തലച്ച് ആഹ്ലാദിക്കാനും നുണ പറയാനും പൊട്ടിച്ചിരിക്കാനും അവകാശമുള്ള ജനത. അവരുടെ ഈ അവകാശങ്ങളെ ഹനിക്കലല്ല, സംരക്ഷിക്കലാണ് വിദ്യാഭ്യാസത്തിൽ നടക്കേണ്ടത്. ഗ്രീൻ കേരള എക്സ്പ്രസിൽ വിദ്യാഭ്യാസ പദ്ധതിയുമായി എത്തിയ ഓരോ പഞ്ചായത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജൂറി അംഗങ്ങളെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീ ആർ ഹേലി, പ്രൊഫസർ എം കെ പ്രസാദ്, സുഗതകുമാരി ടീച്ചർ, കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ സി തമ്പാൻ, കൂടാതെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകനും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ ഇ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഓരോ ഇടപെടലുകളും പുതിയ തലമുറയ്ക്ക് വെളിച്ചം പകരലാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ 1ാം ഘട്ടത്തിൽ മത്സരിക്കാനെത്തിയത് തെളിച്ചം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ടാണ്. വികസനത്തിന്റെ മറ്റു മേഖലകളിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം കൊടിയത്തൂരിനെ ഈ വേദിയിലേക്ക്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം എ നാസറിനെ കൂടാതെ മറ്റ് ജനപ്രതിനിധികൾ, ഗുണഭോക്താക്കൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് നന്നായി ചിരിച്ചിട്ടൊക്കെ വരുന്നു. 2ാം റൗണ്ടിലേക്ക് കടന്നതിന്റെ സന്തോഷമാണ്. ഈ 2ാം ഘട്ടത്തിലേക്ക് കടന്നിക്കുമ്പോൾ എന്താ പറയാനുള്ളത് പഞ്ചായത്തിനെ മുഴുവൻ പ്രതിനിധീകരിച്ച്? ദൃശ്യമാധ്യമങ്ങളിൽ വ്യത്യസ്തമായ ഒരു പരിപാടിയാണല്ലോ ഗ്രീൻ കേരള എക്സ്പ്രസ്. ദൂരദർശനെ കുറച്ചുകൂടെ ജനകീയമാക്കിയ ഒരു പരിപാടി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ച, അതിനവസരം നൽകിയ ഈ പരിപാടിക്ക് ഒരുപാട് നന്ദിയും സന്തോഷവും സംതൃപ്തിയും ഒക്കെ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച നമ്മുടെ ജൂറി അംഗങ്ങൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. ടീച്ചർ അംഗൻവാടിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അംഗൻവാടിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഇവിടെ തന്നെ? ഇവിടെ 3 വർഷമായി. 3 വർഷം. അപ്പോൾ ഇവിടെ അംഗൻവാടിയിൽ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട്. 20 കുട്ടികളാണ്. രാവിലെ എത്ര മണിക്ക് എത്തും? 9:20 ടീച്ചറും പിന്നെ ഹെൽപ്പറും വരും. 10 മണിക്ക് കുട്ടികൾ വരും. ഇവിടെ ഏതെല്ലാം തരം ജോലികൾ ചെയ്യുന്നുണ്ട്? രാവിലെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ വരുന്ന സമയത്ത് തന്നെ കുട്ടികളെ ഞങ്ങൾ സ്വീകരിച്ചിരുത്തും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ അവർ എല്ലാവരും ക്ലാസ് അറ്റൻഡൻസ് ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ ഇരുത്തിയതിന് ശേഷം സ്വതന്ത്ര സംഭാഷണം, കുട്ടികളോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാവും. വൈകുന്നേരം വരെ ഇരിക്കും അവിടെ. പിന്നീട് ഞങ്ങൾ പഠന വീട്ടിലെ കുട്ടികൾ പഠിക്കുന്ന തോട്ടമുക്കം ഗവൺമെന്റ് സ്കൂളും സന്ദർശിച്ചു.
സെൻ്ററാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ പക്ഷേ ഒരു 8-9 സെൻ്ററാണ് ഇപ്പോൾ സജീവമായിട്ട് നിലനിൽക്കുന്നത്. പിന്നെ ഈ വർഷത്തെ PTA ജനറൽ ബോഡി കഴിഞ്ഞിട്ടാണ് ഒന്നും കൂടെ സ്ഥലമൊക്കെ ഒന്നും കൂടി തീരുമാനിച്ചത്. ഈ ബാക്കി സെന്റർ പ്രവർത്തനക്ഷമമാകാതെ പോകാനുള്ള കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ വോളണ്ടിയേഴ്സിന് നമുക്ക് അങ്ങനെ വേണ്ട പോലെ കിട്ടില്ല, പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് ഞങ്ങൾ തെളിച്ചം വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്ന കൊടിയത്തൂർ സ്കൂളും സന്ദർശിച്ചു. ചോറും കറിയോ എത്ര കുട്ടികൾക്ക് വയ്ക്കുന്നുണ്ട്? 550 ആൾക്ക് വേണ്ടിയിട്ട്. എന്നും നിങ്ങൾ തന്നെയാണോ? എന്താ പേര്? ഐഷ. ഐഷയാണോ എന്നും അത് വയ്ക്കുന്നത്? 24 വർഷമായിട്ട് ഐഷ തന്നെയാണോ? പഞ്ചായത്ത് നല്ല ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്കൂൾ തന്നെയല്ലേ ഇതും? ആണല്ലേ? കുട്ടികൾ തങ്ങളുടെ പത്രങ്ങളിലൂടെ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുന്നു. ഓരോ ദിവസത്തെ വാർത്തകൾ ശേഖരിക്കാൻ കുറച്ച് പേരുണ്ടാവും. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് അത് എഴുതാം. ഒരു ടീമായിട്ടാണോ? ഒരു ടീമാണ്. ഒരു ടീമിൽ എത്ര പേരായിട്ടാ? 7 പേര്. 7 പേര്. അങ്ങനെ ഈ ക്ലാസ്സിൽ എത്ര ടീമുണ്ട്? 5 ടീം. 5 പേരെന്താ? മന്ദാരം, താമര, താരകം, അറിവ്. അന്നൊന്നും വിലയിരുത്താറില്ല. നമ്മളൊരു ടേമിൽ ഒരിക്കൽ ഏറ്റവും മികച്ച പത്രം ഇറക്കുന്ന ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നവർക്ക് മുൻകൂട്ടി വാക്ക് കൊടുത്തിട്ടുണ്ട്. കൊടിയത്തൂർ GMUP സ്കൂളിൽ AA ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇന്നലെ ഫോട്ടോ എടുത്തു. ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും എഴുതി ഒരു രേഖ തയ്യാറാക്കാനാണ് ഫോട്ടോ എടുത്തത്. My name is Soda Parveen. പഞ്ചായത്തിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറുകളും പ്രൊജക്ടറും ഉപയോഗിച്ച് ഇവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂം ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നു. GMUP സ്കൂളിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു. കൂടാതെ തന്നെ ഇന്നൊരു വലിയ പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. വായനാ വാരത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു പുസ്തക ചന്ത ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജൂറി അംഗം ഡോക്ടർ വിനീത മാഡം ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. BP മൊയ്തീൻ ഒരു വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു, സിനിമാ സംവിധായകനായിരുന്നു, നിർമ്മാതാവായിരുന്നു. അവരുടെ പേരിൽ നാമധേയത്തിൽ നമ്മൾ BP മൊയ്തീൻ സ്മാരക പാർക്ക് ഇവിടെയാണ് വിഭാവനം ചെയ്യുന്നത്. അല്ല, കുട്ടികൾക്കുള്ള ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ട് 5 ലക്ഷം രൂപ നമ്മൾ ഇതിന് വകയിരുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ DPC അംഗീകാരം കിട്ടി. പദ്ധതിയിൽ പണം ഞങ്ങൾ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചു. ഓരോ വർഷവും 35 ലക്ഷം വീതം പഞ്ചായത്തിന് മാത്രം ശരാശരി കിട്ടിയിരുന്നു വരുമാനം, തനത് വരുമാനമായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇപ്പം നിങ്ങൾ അടുത്ത പഞ്ചായത്തിൽ നിന്നും കൂടി ആ കടവിലുള്ള മണൽ വാരൽ മുഴുവൻ നിങ്ങൾ അവകാശം ഏറ്റെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. എത്ര കാലമായിട്ട് ഒരു ടെൻഡേജ് മാത്രമേ ഞങ്ങൾക്ക് വരാൻ പറ്റൂ. അപ്പം അതിൽ അധിക വരുമാനം വരില്ല. എല്ലാ വർഷവും നിശ്ചിത വരുമാനമായിരിക്കും. അധിക വരുമാനമല്ല, നിങ്ങൾ മറ്റേ പഞ്ചായത്തിൻ്റെ ആണ്. അതല്ല, അത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടേതായിട്ട് അവകാശം ഞങ്ങൾക്ക് കിട്ടിയതാണ്. കോഴിക്കോട് എന്ന ജില്ലയിലെ ഈ കൊടിയത്തൂറായ കൊച്ചു പഞ്ചായത്തിൽ ഒരു വലിയ പ്രത്യേകത തന്നെയുണ്ട്. നമുക്ക് ഇവിടെ ഏത് പണിക്കും ഏതൊരു ജോലിക്കും തന്നെ ഇവിടെ ജോലിക്കാരെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ
പക്ഷേ ഇവിടുത്തെ കൊടിയത്തൂരിലുള്ള ആൾക്കാരല്ല ആ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മറിച്ച് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന ഒരു കൂട്ടം ജോലിക്കാരാണ്. അവർ രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ ഇവിടെ സൗത്ത് കൊടിയത്തൂരിൽ കേന്ദ്രീകരിച്ച് എത്താറുണ്ട്. നമുക്ക് എന്തൊരു പണിക്കും, വീട്ടിൽ ജോലിക്ക് പോകുന്നതിനായാലും അല്ലെങ്കിൽ വീട്ടിലെ മറ്റെന്ത് ജോലിയായിരുന്നാലും, പാറ പൊട്ടിക്കുന്നതായാലും കോൺക്രീറ്റിൻ്റെ പണിക്കായാലും എന്തിനും അവർ സന്നദ്ധരാണ്. രാവിലെ 7 മണി മുതൽ അവരിവിടെ ഉണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവരെ വന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. നിങ്ങൾ വന്ന ശേഷം പിന്നെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? 4 കൊല്ലമായില്ലേ? എത്ര പ്രാവശ്യം തിരിച്ചു പോയി? 4-5. ഞാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. ആ രണ്ടും ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാം. രാത്രി ഒരു 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരിട്ടങ്ങ് ബോധ്യപ്പെടാം. എല്ലാ ദിവസവും ചെയ്യും. 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് വൃത്തിയായിരിക്കും. ഇതാ MH മുകളിൽ വണ്ടി ഉണ്ട് എനിക്ക്. അതിൻ്റെ മുകളിൽ ഈ ടാങ്ക് വണ്ടിൻ്റെ മുകളിൽ വെച്ച് കെട്ടും, എന്നിട്ട് കൊണ്ടുപോകും. വേസ്റ്റ് അങ്ങനെയാണ് പരിപാടി. ഇപ്പോൾ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാവുക. അവധി ദിവസങ്ങളിലെ കച്ചവടം ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസമൊക്കെ ഒരു 1/2 ടാങ്ക് വേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടാങ്ക് ഒരു 6 മീറ്ററോളം താഴ്ച ഉണ്ട്. കുറഞ്ഞ ദിവസങ്ങളിലെ വേസ്റ്റ് ഇന്നിപ്പോൾ കൊണ്ടുപോകേണ്ട നാളെ അങ്ങനെയുള്ള പരിപാടി എനിക്ക് ഉണ്ടാവില്ല. കുറച്ചാണെങ്കിൽ കുറച്ചായി കൊണ്ടുപോകും. ഇവിടെ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മെല്ലടിക്കും. ഇത്ര പോകണമെന്നുള്ളത് അങ്ങനെയൊന്നും കണക്കാക്കി ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ടാങ്ക് നിറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ടാങ്ക് ഒഴിവാക്കിയിട്ട് പുതിയ ടാങ്ക് ഉണ്ടാക്കും. നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡാണുള്ളത്. അപ്പോൾ ഈ 15 വാർഡിൽ നമ്മൾ വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുണ്ട്. ഈ ഏകദേശം ഓരോ വാർഡിൽ ഒരു 400-ൻ്റെ അടുത്ത് വീടുകൾ, 350-400-ൻ്റെ അടുത്ത് വീടുകളാണ് ഏകദേശം ഓരോ വാർഡിലുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 50 വീടിനും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ വാർഡിൽ നമ്മൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടീമിന് 50 വീട് വെച്ചിട്ട് 2 പേരടങ്ങുന്ന ടീമുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10 പേരെ നമുക്കൊരു വാർഡിൽ ആവശ്യമായിട്ട് വരുന്നത്. 8 മുതൽ 10 പേരെ വളണ്ടിയേഴ്സിന് നമുക്കൊരു വാർഡ്. ഈ പഞ്ചായത്തിൻ്റെ പരിധിയുടെ പ്രൈവറ്റ് ഡോക്ടേഴ്സ് 3 പേര്, 3 പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ്. ഡോക്ടർ അവരുടെ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർ ചെയ്യാറുണ്ടോ? അതെ, അവർ ചില ബോധവൽക്കരണ ക്ലാസ്സിന് മഴക്കാലമൊക്കെ വരുമ്പോൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ ഏതെങ്കിലും അങ്ങനെ ഇതേമാതിരി എന്തെങ്കിലും ക്യാമ്പുകൾ, ഡയബറ്റിക് ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, അങ്ങനെ ഞങ്ങൾ മുന്നേ ബ്ലഡ് ഗ്രൂപ്പിംഗ് ക്യാമ്പുകൾ ഇതൊക്കെ മുന്നേ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള ഇതുണ്ടാകുമ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അവർ വരും. ഓഫീസ് സംവിധാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്ര പേര് വരുന്നുണ്ട് ഒരു ദിവസം? ഒരു ദിവസം. സാധാരണ ഏതെല്ലാം ആവശ്യങ്ങൾക്കായിട്ടാണ് അവരിവിടെ വരുന്നത്? ഏകമായിട്ടുള്ള തനത് വരുമാനം മണലിൽ നിന്നുള്ള ഇതാണ്. തൊഴിൽ മേഖല എന്ന് പറയുന്നതും യുവാക്കൾ കാണുന്നത് മണൽ മേഖലയാണ്, അല്ലെങ്കിൽ കെട്ടിടം പണി. അതൊരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിൻ്റെ മാർഗമാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ സുസ്ഥിരമായിട്ടുള്ള ഒരു വികസന പദ്ധതി എന്ന് പറഞ്ഞ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? മാഡം ചോദിച്ച ഈ ചോദ്യത്തിൽ നിന്നാണ് ഞങ്ങൾ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് ചിന്തിക്കുന്നത്. കാരണം മണൽ എന്ന് പറയുന്നത് പഞ്ചായത്തിന് ലഭിക്കുന്ന ഇതര വരുമാനങ്ങൾക്ക് പുറമെ ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകൾക്ക് ഇല്ലാത്ത ഒരു വരുമാന സ്രോതസ്സ്. ഏതാനും മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രം നിലനിൽക്കുന്ന വരുമാന സ്രോതസ്സുമാണത്. ഞങ്ങളെ ഭൂപ്രകൃതി പറയുമ്പോൾ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ രംഗപ്രവേശനം ചെയ്തതുകൊണ്ട് സ്ഥായിയായിട്ടുള്ള ഒരു കാർഷിക പുരോഗതി, അതുവഴി ജീവിത മാർഗം കണ്ടെത്തുക അസാധ്യമാണെന്ന് തന്നെ പറയാം. എന്നാലോ പരമാവധി ശ്രമിക്കുകയും ചെയ്യാം. പക്ഷെ അതുവഴി പൂർണ്ണ വിജയം പ്രാപിക്കുക സാധ്യമല്ല. മറ്റൊന്ന് വ്യാവസായിക പുരോഗതി. അതിന് സാധ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ ചുറ്റുഭാഗമോ ഇവിടെ വളരെ കുറവാണ്. ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മറ്റോ സ്ഥാപിക്കാൻ പല തവണ ഞങ്ങൾ 1 ഏക്കർ സ്ഥലം പോലും ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടാൻ വ്യാവസായിക ആവശ്യത്തിന് സൗകര്യപ്പെട്ട സ്ഥലം ലഭിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മണ്ണിന് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് പാരമ്പര്യം തന്നെ പറയാവുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ കടന്നുകയറ്റം വിദ്യാഭ്യാസ മേഖലയെ ഒരു